ജോസ് കെ മാണി പാലാ വിട്ട് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം തേടുന്നു. ഇങ്ങനെ ഒരു ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പോ ഇടുക്കി സീറ്റിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ കേരള കോൺഗ്രസിൽ നടക്കുന്നതായാണ് സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിയാൽ അവർക്കതിന് രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, സ്വന്തം തട്ടകമായ പാലായിൽ തോറ്റാൽ അത് ജോസ് കെ മാണിയുടെ നിലനിൽപ്പിനെ തന്നെ അവതാളത്തിലാക്കും. 1965 മുതൽ 2016 വരെ 13 തവണ KM മാണിയെ നിയമസഭയിലേക്ക് അയച്ചവരാണ് പാലക്കാർ. പക്ഷേ 2021 അദ്ദേഹത്തിന്റെ മകനായ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായപ്പോൾ പാല അദ്ദേഹത്തെ പിന്തുണച്ചില്ല. 15,378 വോട്ടുകൾക്ക് മാണി സി കാപ്പനോട് ജോസ് കെ മാണി പരാജയപ്പെട്ടു. അച്ഛനെ 13 തവണ നിയമസഭയിലേക്ക് അയച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങിയത് കേരള കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു. തുടർഭരണം ഉറപ്പിച്ച ഭരണവിരുദ്ധ വികാരങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങിയതെന്ന് കൂടി ഓർക്കണം. പിന്നീട് രാജ്യസഭാ അംഗമായി പാർലമെന്ററി രംഗത്ത് കയറിക്കൂടിയെങ്കിലും സംസ്ഥാന രാഷ്ട്രീയവും നിയമസഭയുമാണ് ജോസ് കെ മാണിയുടെ ലക്ഷ്യമെന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാലായിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. UDF അനുകൂല ട്രെൻഡിൽ നഗരസഭ വരെ മാണി ഗ്രൂപ്പിന് കൈവിട്ടുപോയ ഈ സമയത്ത്. അതുകൊണ്ടാണ് മണ്ഡലം മാറുന്നതിനെ കുറിച്ച് പാർട്ടിയിൽ കലുഷിതമായ ചർച്ചകൾ നടക്കുന്നത്. ഇടുക്കി സീറ്റിൽ കഴിഞ്ഞ 5 തവണയായി റോഷി അഗസ്റ്റിനാണ് MLA. ഇത്തവണ മന്ത്രിയുമാണ്. ആദ്യത്തെ 4 തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് റോഷി അഗസ്റ്റിനെ ഇടുക്കിക്കാർ വിജയിപ്പിച്ചത്. പക്ഷേ 5ാം വട്ടം അങ്ങനെ ആയിരുന്നില്ല. 5573 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് റോഷി അഗസ്റ്റിനുണ്ടായിരുന്നത്. 5 തവണ മത്സരിച്ച് വിജയിച്ച ഒരാൾക്ക് വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കേണ്ടതുണ്ടോ എന്ന് വോട്ടർമാർ ചിന്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലം ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കുന്നതിൽ റോഷി അഗസ്റ്റിന് ദോഷമുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇടുക്കി വിട്ടാൽ റോഷി അഗസ്റ്റിനെ ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കും എന്നുള്ളതിൽ ആശങ്കയുണ്ട്. നിലവിൽ റോഷി തന്നെയാണ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയെന്ന് കേരള കോൺഗ്രസ് ഉറപ്പിച്ചു പറയാത്തതിന്റെ കാരണവും പാർട്ടിയിൽ ഈ ചർച്ച സജീവമായി നടക്കുന്നത് കൊണ്ടാണ്.